മലയാളികളുടെ കീരിക്കാടൻ ജോസിന് വിട. നടൻ മോഹൻരാജ് അന്തരിച്ചു. കീരിക്കാടൻ ജോസ് എന്ന പേരിൽ ശ്രദ്ധേയനായ നടൻ മോഹൻരാജ് അന്തരിച്ചു. വൈകിട്ട് 3 മണിയോടെ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. ഏറെക്കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു. കിരീടം സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച് മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് മോഹൻരാജ്. കസ്റ്റംസിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത്. 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കെ മധു സംവിധാനം ചെയ്ത 3-ാം മുറ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. കിരീടമായിരുന്നു 2ാമത്തെ ചിത്രം. മുറിച്ചാൽ മുറി കൂടുന്ന വില്ലൻ, അതായിരുന്നു മോഹൻരാജ് കിരീടം സിനിമയിൽ അവതരിപ്പിച്ച കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം. 1989 ജൂലൈ 7-നായിരുന്നു കിരീടത്തിന്റെ പിറവി. മകനെ SI ആയി കാണാൻ ആഗ്രഹിച്ച ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെയും അച്ഛന്റെ ആഗ്രഹം സഫലമാക്കാൻ മോഹിച്ച് ഒടുവിൽ കൊലപാതകിയായി തീർന്ന സേതുമാധവന്റെയും കഥയാണ് കിരീടം. സേതുമാധവന്റെ ജീവിതം തകർത്ത കീരിക്കാടൻ ജോസിനെ പോലെ മലയാളികൾ വെറുത്തിരുന്ന വില്ലൻ കഥാപാത്രം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. സിനിമയുടെ പോസ്റ്ററിലെ വാചകങ്ങൾ വില്ലൻ കഥാപാത്രത്തെ എടുത്തുകാട്ടുന്നതാണ്. 6 അടി ഉയരവും മുട്ടോളം നീണ്ട കൈകളും കരിങ്കല്ലിന്റെ കാഠിന്യമുള്ള മനസ്സുമായി കീരിക്കാടൻ ജോസ്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ജോസ്. തട്ടിമാറ്റിയിട്ടും മാറാത്ത കിരീടവുമായി സേതുമാധവൻ. ഇതായിരുന്നു പോസ്റ്ററിലെ വാചകങ്ങൾ. മോഹൻലാലിന്റെ നായക കഥാപാത്രത്തിന്റെ ഇടിമേടിച്ചു കൂട്ടുന്ന വില്ലനായി മോഹൻരാജിനെ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചു. 6-ാം തമ്പുരാനിലും നരസിംഹത്തിലും ധരനിലും എല്ലാം ഇത് കണ്ടതാണ്. എന്നാൽ ഹലോ എന്ന സിനിമയിൽ നായകനൊപ്പം തോളോട് തോൾ ചേർക്കുന്ന കഥാപാത്രവുമായി. മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അർത്ഥം, വ്യൂഹം, രാജവാഴ്ച, മറുപുറം, പുറപ്പാട്, കാസർഗോഡ് കാദർഭായ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, 6-ാം തമ്പുരാൻ, വാഴുന്നോർ, പത്രം, നരസിംഹം എന്നിവയാണ് അഭിനയിച്ച പ്രധാന മലയാള ചിത്രങ്ങൾ.